വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന വർഷം വലിയൊരു ആശ്വാസത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന കണ്ടക ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് മാറി ശനി 5ാം ഭാവമായ മീനം രാശിയിൽ പൂർണ്ണമായും നിലയുറപ്പിക്കുന്ന വർഷമാണിത്. കൂടാതെ വർഷത്തിന്റെ മധ്യത്തോടെ ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾക്കുള്ള വഴി തുറക്കും. തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും പുരോഗതിക്കും സാധ്യതയുള്ള വർഷമാണിത്. എങ്കിലും വർഷത്തെ 2 ഘട്ടങ്ങളായി തിരിച്ച് കാണേണ്ടതുണ്ട്. 2026 ആദ്യ പകുതിയിൽ ജോലിയിൽ ചെറിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ തുടർന്നേക്കാം. 8ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സാന്നിധ്യം കാരണം അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടാം. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥാനം കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റമോ പ്രൊമോഷനോ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും ശമ്പള വർധനവ് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പങ്കാളികളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ 2ാം പകുതി വളരെ അനുയോജ്യമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ തേടിയെത്തും. സാമ്പത്തികമായി 2026 അനിഴം നക്ഷത്രക്കാർക്ക് ഗുണകരമായ വർഷമാണ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക ഭദ്രത കൈവരികയും ചെയ്യും. പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ പൂർവിക സ്വത്തുക്കളിൽ നിന്നോ ധനലാഭം ഉണ്ടാകാം. വർഷത്തിന്റെ 2ാം പകുതിയിൽ ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ ദൃഷ്ടി കാരണം ലോട്ടറി, ചിട്ടി എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ട്. എന്നാൽ രാഹു 4ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വീട്, വാഹനം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കോ മോടി പിടിപ്പിക്കലിനോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. ഇതൊരു ധൂർത്തായി കാണാതെ ആവശ്യമായ ചെലവായി കണക്കാക്കുക. കടങ്ങൾ വീടാൻ സാധിക്കുമെന്നത് ഈ വർഷത്തെ വലിയൊരു ആശ്വാസമാണ്. വായ്പകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് പാസ്സായി കിട്ടും. സ്വർണം വാങ്ങുന്നതിലോ ഭൂമിയിൽ നിക്ഷേപിക്കുന്നതിലോ താല്പര്യം കാണിക്കും. വിവാഹിതരായവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറി ദാമ്പത്യം സുഖകരമാകും. പങ്കാളിയുടെ ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തും. പരസ്പര വിശ്വാസം വർദ്ധിക്കും. വർഷത്തിന്റെ പകുതിക്ക് ശേഷം വ്യാഴം 9ാം ഭാവത്തിൽ എത്തുന്നതോടെ കുടുംബസമേതം വിനോദയാത്രകൾക്കോ തീർത്ഥാടനങ്ങൾക്കോ പോകാൻ അവസരം ലഭിക്കും. വിവാഹപ്രായമായ അനിഴം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങൾ നടക്കാൻ ഏറ്റവും ഉത്തമമായ വർഷമാണിത്. വർഷത്തിന്റെ 2ാം പകുതിയിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതിനാൽ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുകയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും. 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ രക്ഷിതാക്കൾക്കുണ്ടാകാം. കുട്ടികളുടെ പഠനത്തിലോ സ്വഭാവത്തിലോ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്നാൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുകയും മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും ചെയ്യും. സന്താന ഭാഗ്യം കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വർഷത്തിന്റെ 2ാം പകുതിയിൽ നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും.